രാത്രി വിശ്വസിച്ചൊന്ന് പറഞ്ഞ് ദൈവം ചില കാര്യങ്ങൾക്കകത്ത് ആമേ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായ ചില തിരിവുകൾ ദൈവം ഇന്ന് രാത്രി വെക്കും. Tell yourself that beyond my In the expectation. mighty name of Jesus. ഹല്ലേലൂയ. അസാധാരണമായ ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നു. ആരാധനയ്ക്കകത്ത് എത്ര പേർ അനുഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. Tell yourself that beyond my expectation, God is working in my situation tonight. ദൈവജനത്തിനകത്ത് പുതിയ നിയമത്തിന്റെ അപ്പോസ്തല പ്രവൃത്തിയുടെ പദമുണ്ട്. അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. The Bible says in the Acts of Apostles that the place where they were gathered together was shaken. ഇന്ന് രാത്രി അടുത്തിരിക്കാൻ തൊട്ടേച്ച് പറഞ്ഞേ, ഇന്ന് രാത്രി കുലുങ്ങാൻ പോവുകയാണ്. Turn to your neighbor, tell them tonight we will see some shaking. കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. The place where they were sat was shaken. അവർ കൂടിയിരിക്കുമ്പോൾ ഒരു വിഷയം അവർക്കുണ്ടായിരുന്നു. While they were sat there, they were going through problems. പക്ഷേ ആമേൻ ആ കുലുക്കത്തോടു കൂടി ആ വിഷയം മാറി. But with that shaking, their problems were dissolved. ഇന്ന് രാത്രി ആദര തുറന്നു പറഞ്ഞേ, turn around. Tell yourself that my situation is turning around. ആമേൻ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വന്ന 27-ാം അധ്യായം. Let's come to the book of Acts chapter 27. അതിന്റെ 20-ാമത്തെ വാക്യം ശബ്ദം ഉയർത്തി വായിക്കാം. Verse number 20. Acts chapter 27 verse 20. Since neither sun nor stars appeared for many days, and no small storm kept raging about us, from then on all hope of our being saved was gradually abandoned. മലയാളത്തിൽ ഒന്ന് വായിച്ചാട്ടെ 20-ാം വാക്യം. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ 19-ാം വാക്യം മുതൽ വായിക്കാമെങ്കിൽ വായിച്ചു. 19-ാം വാക്യം. മൂന്നാം നാൾ അവർ സ്വന്തം കയ്യാൽ കപ്പൽ കോപ്പും കടലിലിട്ട് കളഞ്ഞു. വളരെ നാളായിട്ട് എല്ലാവരും ഒന്ന് പറഞ്ഞേ, വളരെ നാളായിട്ട്. സൂര്യനെയോ for a long time. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ട്. അപ്പൊ നോക്കിക്കേ, വളരെ നാളായിട്ട് സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ട് ഇരിക്കുകയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. Every hope that they would be saved was taken away. രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷ ഇനിയില്ല. There was no more hope left that they would be saved. രാമേ പറഞ്ഞേ. Say amen. ചില സമയത്ത് നമ്മളും ഇങ്ങനത്തെ ചില സാഹചര്യങ്ങളിൽ പോകും. Sometimes we go through similar situations. ഇനി രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷ. There's no hope that you'll be saved. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച മിനിറ്റുകൾ. In those moments where you have no hope left. അവിടെ വായിക്കുന്ന ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ച് ഈ അപ്പോസ്തല പ്രവൃത്തി 27-28 ചില ഭാഗങ്ങൾ ഒന്നിച്ച് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. We'll study some of the things that we see in Acts 27 and 28. രക്ഷപ്പെടുമെന്നുള്ള ആശ തീർന്നുപോയി. Every hope that they would be saved was taken away. നമ്മുടെ ജീവിതത്തിലെ ചില സമയത്ത് മുൻപോട്ട് നയിക്കുന്ന നമ്മുടെ അകത്തുള്ള ആ പ്രത്യാശ അല്ലെങ്കിൽ ഹോപ്പാണ് നമ്മളെ പലപ്പോഴും എല്ലാ വിഷയങ്ങളും അടഞ്ഞാലും എല്ലാ സാഹചര്യങ്ങളും നമ്മൾ വലിയിരുളായി തോന്നിയാലും അകത്തൊരു പ്രതീക്ഷയുള്ള അവൻ എങ്ങനെങ്കിലും മുൻപോട്ട് ഇഴഞ്ഞു നീങ്ങും. When we are going through difficult situations, it is oftentimes our hope that brings us through that situation. പക്ഷേ പൗലോസ് പറഞ്ഞ പദം ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ, ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശ എല്ലാം ഒക്കെയും അറ്റുപോയി. ഇനി രക്ഷപ്പെടത്തില്ല, അക്കരെ ചെല്ലുകയില്ല എന്നൊരു ചിന്ത തങ്ങളെ ഭരിക്കുന്ന ഒരു സാഹചര്യമായി. Paul says all the hope that they would be saved was taken away. They had no hope that they would reach the island. ഇന്ന് രാത്രി ദൈവം പറയുകയാണ്, something is going to turn around for your good tonight. But God is saying that something is going to turn around for your good. നിനക്ക് വേണ്ടി ദൈവം ചില തിരിവുകളെ ഇന്ന് രാത്രി വെക്കാൻ പോകുകയാണ്. God is changing the face of some situations in your life. 27-ാം അധ്യായത്തിൽ വരുമ്പോൾ, when we come to chapter 27, 27-ാം അധ്യായത്തിന്റെ പശ്ചാത്തലം നമുക്ക് ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന പശ്ചാത്തലം. റോമലേഖനം 1-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിനകത്ത് പൗലോസ് പറയുന്ന കാര്യമുണ്ട്, റോമിൽ എനിക്ക് വരണമെന്നൊരു ആഗ്രഹമുണ്ട്. The Bible says in Romans chapter 1 verse 11 that he wanted to visit Rome. എന്നാൽ പൗലോസ് ഹല്ലേലൂയ തന്നോട് ദൈവം ഇടപെട്ട ദൈവിക വാഗ്ദത്തങ്ങൾക്ക് വിരുദ്ധമായി പലപ്പോഴും തന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ തിരിഞ്ഞിട്ടുണ്ട്.
Many times in the life of Paul, his situations turned around in a way where he could not follow the plan of God. പിന്നത്തേതിൽ പൗലോസ് യെരൂശലേമിൽ ചെന്നു. യെരൂശലേമിൽ വെച്ച് താന് ഹല്ലേലൂയ ആമേൻ പിടിക്കപ്പെട്ടു. ഹല്ലേലൂയ സന്നദ്ധീൻ സംഘവും റോമാൻ പടയാളികൾ ചേർന്ന് തന്നെ പിടിച്ച് കാവൽ ഹൗസ് അറസ്റ്റ് ചെയ്ത് തന്നെ തടവിലാക്കുന്ന സാഹചര്യം കാണാൻ കഴിയും. Later on, he came to Jerusalem where he was then arrested and bound with chains. അതിന്റെ അവസാനം വരുമ്പോൾ ഹല്ലേലൂയ പൗലോസ് കൈസരിൽ അഭയം ചൊല്ലുകയാണ്. Later he comes to Caesarea. അങ്ങനെ അതാണ് 26 പേരുള്ള വേദഭാഗം. 27 അധ്യായം വരുമ്പോൾ പൗലോസ് ഹല്ലേലൂയ റോമിലേക്കുള്ള തന്റെ യാത്രകളുടെ വിശദീകരണമാണ് 27 അധ്യായത്തിൽ കാണുന്നത്. Then we see his journey in Rome that we see in chapter 27. ഹല്ലേലൂയ പൗലോസ് ദൈവം പറയുന്നൊരു ഭാഗമുണ്ട്, നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. That's what the Bible says, you must stand before Caesar. റോമിൽ നിനക്കൊരു ശുശ്രൂഷ ചെയ്യാനുണ്ട്. There is a ministry you have to accomplish in Rome. ഇന്ന് രാത്രി പദം ശ്രദ്ധിച്ചോണേ. നിന്റെ മേൽ ദൈവിക വാഗ്ദത്തം ഉണ്ടെങ്കിൽ, If there is a plan of God upon your life, don't expect everything will be easy. എല്ലാം ഈസി ആയിട്ട് നടക്കുമെന്ന് ചിന്തിക്കരുത് എപ്പോഴും. പക്ഷെ ഇന്ന് രാത്രി ശത്രു എത്ര നിനക്കെതിരെ വെല്ലുവിളിച്ചാലും, but no matter how much the devil tries to fight you, God will turn around the situation. Hallelujah. Hallelujah. We serve a God, hallelujah, who can turn around every situation that enemy programs against our destiny. രാമൻ പറഞ്ഞേ, ദൈവജനത്തിനെതിരെ ആമേൻ ശത്രു ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്ന ആമേൻ ആത്മമണ്ഡലത്തിൽ ദൈവജനത്തിനെതിരെ പ്രോഗ്രാം ചെയ്യുന്നതിനെ ടേൺ അറൗണ്ട് ചെയ്യാൻ, നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി അതിനെ തിരിക്കാൻ കഴിയുന്ന ദൈവത്തെ നാം സേവിക്കുന്നത്. We serve a God that gives us the power to recognize the activities the demonic realm has orchestrated against our lives. 7 അധ്യായത്തിലേക്ക് വന്നാട്ട് 4 വാക്യം വായിച്ചാൽ, Let's come to chapter 27 verse 4. അവിടെ നിന്ന് ഞങ്ങൾ നീക്കി കാറ്റ് പ്രതികൂലമാകിയാൽ കുപ്രോസ് ദ്വീപിന്റെ മറപറ്റി ഓടി. ഞാൻ ഇംഗ്ലീഷിൽ കൂടെ പദം വായിക്കുക, ശ്രദ്ധിച്ച് കേൾക്കണേ. From there we put out to sea and sailed to leeward side of Cyprus because the winds were against us. Hallelujah. എന്ത് ഞങ്ങൾക്കെതിരാണ്? കാറ്റ് ഞങ്ങൾക്ക് പ്രതികൂലമാകിയാൽ. കാറ്റ് ഞങ്ങൾക്ക് പ്രതികൂലമാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ നിന്ന് യാത്ര തുടരുകയാണ്. 276 പേരുള്ള കപ്പല്, സ്തോത്രം, റോമിലേക്കുള്ള യാത്രയിലാണ്. Here Paul is on a ship on his journey to Rome. ആമേൻ. ആ യാത്രയ്ക്കകത്ത് ഹല്ലേലൂയ 27-ന്റെ 1-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഞങ്ങൾ കപ്പൽ കയറി ഇറ്റലിക്ക് പോകണമെന്ന് കൽപ്പനയായപ്പോൾ പൗലോസിനെയും മറ്റു ചില തടവുകാരെയും ഔഗസ്ത്യ പട്ടാളത്തിലെ ശതാധിപനായ യൂലിയോസിനെ ഏൽപ്പിച്ചു. മതി, സ്തോത്രം. അത് നിങ്ങൾ വീട്ടിൽ പോയി ബാക്കി ഭാഗങ്ങൾ വായിക്കുക. ഹല്ലേലൂയ. ഇവിടെ 24-ാം വാക്യത്തിൽ വായിച്ചിങ്ങനെയാണ്, ഹല്ലേലൂയ, ഫ്രം there we put out to sea and sailed to leeward side of Cyprus because the winds were against us. നോക്കി, ഈ യാത്രയ്ക്കകത്ത് ആമേൻ പ്രതീക്ഷിച്ചതാണോ പ്രതീക്ഷിക്കാത്തതാണോ കാറ്റടിച്ചു തുടങ്ങി. During this journey, whether they expected it or not, they started seeing a wind. പൗലോസ് പറയുകയാണ്, കാറ്റ് ഞങ്ങൾക്ക് പ്രതികൂലമാണ്. Paul says the winds were contrary to us. ഞാൻ ഈ അധ്യായം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. As I was meditating upon the scripture, what I understood was, എല്ലാ കാറ്റും നാച്ചുറൽ അല്ല. not every wind will be natural. എല്ലാം നാച്ചുറൽ അല്ല. Not everything will be natural. ഇത് നോക്കി, ഈ ഭാഗം നാം ധ്യാനിച്ചാൽ ശരിക്കും മനസ്സിലാകും, something is unnatural here. When you study this, you understand that there is something unnatural about this. 7-ാം വാക്യത്തിലേക്ക് വന്ന 7-ാം വാക്യം. Let's come to verse 7. പിന്നെ ഞങ്ങൾ ബഹുദിവസം പതുക്കെ ഓടി. ബഹുദിവസം പതുക്കെ ഓടി. എന്നാ കാര്യം അറിയാമോ? കാറ്റാ വിഷയം. The problem was the wind. ഹല്ലേലൂയ. ബഹുദിവസം പതുക്കെ ഓടി. 1-2 ദിവസമല്ല, ബഹുദിവസങ്ങൾ. The Bible says they sailed slowly for many days. യാത്ര ഡിലേ ആയി പോകുകയാണ്. Their journey is being delayed. ഹല്ലേലൂയ. ഈ യാത്രയ്ക്കകത്ത് ഭയങ്കര തടസ്സങ്ങൾ വരികയാണ്. എന്നാ കാര്യം അറിയാമോ? പ്രതീക്ഷിക്കാത്ത കാറ്റടിക്കുകയാണ്. There are many delays in this journey because they are seeing this wind they did not expect. നോക്കിയേ, ബഹുദിവസം ഞങ്ങൾ പതുക്കെ ഓടി. They sailed slowly for many days. അടുത്ത വാക്യം വായിച്ചേ. ക്നീദോസ് തൂക്കിൽ പ്രയാസത്തോടെ എത്തി. കാറ്റ് സമ്മതിക്കായകയാൽ ക്രേത്താദ്വീപിന്റെ മറപറ്റി ശൽമോനയ്ക്ക് നേരെ ഓടി.
കരപറ്റി പ്രയാസത്തോടെ ആ. ലസയ്യ പട്ടണത്തിന്റെ സമീപത്ത് ആ. ശുഭ തുറമുഖം എന്ന പേരുള്ള സ്ഥലത്ത് എത്തി. മതി, ഞാൻ ഇംഗ്ലീഷ് വായിക്കുന്നത് ശ്രദ്ധിച്ചു. For a number of days we sailed slowly and arrived with difficulty of Cnidus. അപ്പോൾ നോക്കി, രണ്ട് കാര്യം ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ കാറ്റ് കൊണ്ടുവന്ന രണ്ട് വിഷയങ്ങൾ, രണ്ടല്ല പല വിഷയങ്ങളുടെ അകത്തുണ്ട്. ഒന്ന്, there are many issues, but mainly two that we see that this wind has caused. നാച്ചുറൽ അല്ലാതെ യാത്ര സ്ലോ ഡൗൺ ചെയ്തു. This journey was delayed unnaturally. താഴെ വായിക്കുന്നത് ഇങ്ങനെയാണ്, we reached, അല്ലെങ്കിൽ ഏഴാം വാക്യം. Okay, we sailed slowly and arrived with difficulty. അപ്പൊ നോക്കിയേ, ഈ കാറ്റുകാരന് എന്നാ വിഷയം ഉണ്ടായി? ട്രാവലിംഗ് വിത്ത് ഡിഫിക്കൽറ്റി. രാമൻ പറഞ്ഞേ, ഇന്ന് രാത്രി ദൈവം ചില തിരിക്കാൻ പോവുകയാണ്. God is changing some situations in your life. ഹല്ലേലൂയ. അടുത്ത വാദം ഇങ്ങനെ വായിക്കുന്നത്, then because of the wind did not allow us to go further. നോക്കി, അടുത്ത വിഷയം കണ്ടോ, wind is not allowing us to go further. നിന്നെ കുറിച്ച് ദീർഘദൂരം സഞ്ചരിക്കാൻ നിയോഗം. Your calling is for you to travel far. പക്ഷേ ഈ വിൻഡ് ഈ കാറ്റ് എന്ത് ചെയ്യാന്നറിയാമോ? നിന്റെ യാത്രകളെ തടസ്സം ചെയ്യുകയാണ്. But this wind is then delaying your journey. Wind is not allowing to go further. രാമൻ പറഞ്ഞേ, നിനക്ക് അല്പം കൂടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നിനക്ക് ഒരു പടി കൂടെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ചില കാറ്റുകൾ അവൻ നിന്റെ നിയോഗത്തെ തടയുകയാണ്. അവൻ പൗലോസ് പറയുകയാണ്, the wind is not allowing us to go further. You have that desire within you to take that step forward, but it is because of this wind, it is delaying that journey. ആമേൻ. എട്ടാം വാക്യം വായിച്ചേ, and hugging the shore with difficulty we came to a place called Fair Havens. ഒമ്പതാം വാക്യം. ഇങ്ങനെ വളരെ നാൾ ചെന്ന ശേഷം നോമ്പും കഴിഞ്ഞിരിക്കെ കപ്പലോട്ടം വൈഷമ്യമാകൊണ്ട് പൗലോസ്, കപ്പലോട്ടം, എന്റെ ബൈബിൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു, now much time has been lost and navigation was dangerous because even the time for the fast was already over. മൂന്നാല് കാര്യങ്ങൾ ഞാൻ അത് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചോ? സ്തോത്രം. ഒന്ന്, ഇത് നിന്നെ സ്ലോ ഡൗൺ ചെയ്യുക. Firstly, this is slowing your journey down. നിന്റെ പ്രോഗ്രാം ചെയ്തതിന് വേണ്ടി അറിയാമോ? നിന്നെ സ്ലോ ഡൗൺ This ചെയ്യുക. wind has been programmed to slow your journey down. സാധാരണയല്ലാത്ത അൺനാച്ചുറൽ ആയിട്ടുള്ള ഡിഫിക്കൽറ്റി നിന്റെ മേൽ തുറന്നു വിടാൻ. To then open up unnatural difficulties in that So journey. that you will not go further. Hallelujah. നോക്കിയേ, അധിക പൗലോസ് പറയുകയാണ്, much of our time was lost. ഈ ഒരു കാറ്റ് കൊണ്ടുവന്ന വിഷയങ്ങളാണ് പറഞ്ഞത്. This is the problems that we see that this wind has നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? Are you with me? ഹല്ലേലൂയ. ഈ കാറ്റ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്? ഹല്ലേലൂയ. പ്രതീക്ഷിച്ചതല്ല, പ്രതീക്ഷിക്കാതെ അടിച്ച ചില വിഷയങ്ങളാണ്. പക്ഷേ അതിനകത്ത് നമ്മുടെ യാത്രകളെ അവൻ ഡിലേ ചെയ്യുകയാണ്, നിയോഗങ്ങളെ തടയുകയാണ്, സാധാരണയല്ലാത്ത അൺനാച്ചുറൽ ആയിട്ടുള്ള ഡിഫിക്കൽറ്റികളെ കൊണ്ടുവരികയാണ്. എന്നാൽ രാത്രി ദൈവം പറയുകയാണ്, God is about to turn around that situation tonight in the name of Jesus. രാമൻ പറഞ്ഞേ, ആമേ. പത്താം വാക്യത്തിലേക്ക് വന്നേ. പത്താം വാക്യം. Let's come to verse 10. പത്താം വാക്യം. ഇങ്ങനെ വളരെ നാൾ ചെന്ന ശേഷം നോമ്പും കഴിഞ്ഞിരിക്കെ കപ്പലോട്ടം വൈഷമ്യമാകൊണ്ട് പൗലോസ്, കപ്പലോട്ടം വൈഷമ്യമാകൊണ്ട് പൗലോസ്, പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ അപ്പൊ നോക്കിക്കേ, കപ്പലിന് മാത്രമല്ല ചരക്കിനും അല്ല പ്രശ്നം, വേറൊരു വിഷയം കൂടെ പൗലോസ് പറയുകയാ, നമ്മുടെ പ്രാണന് പോലും ഇത് വിഷയമാണ്. Paul says that the damage that will be caused will not only be to the ship and to the voyage, but also ദൈവവചനം to our പറയുന്നത്, lives. ദൈവവചനം പറയുന്നത് കള്ളം വരുന്നത് അറുക്കാനും മുടിപ്പാനും. The Bible says the devil comes to കുറഞ്ഞ പക്ഷം steal. ആ വാക്യമെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. The Bible says the devil comes to steal, അപ്പൊ to നോക്കിയേ, kill and to പൗലോസ് destroy. പദം ശ്രദ്ധിച്ചേ, ഈ കാറ്റ് ഓർക്കസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത് വെറും കപ്പലിന് തകരാറ് വരുത്താൻ മാത്രമല്ല, നമ്മുടെ പ്രാണന് പോലും ഹാനി വരുത്താൻ ഇത് ഓർക്കസ്ട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുകയാണ്. ഇതിന്മേൽ ഇന്ന് രാത്രി സഭയ്ക്കൊരു ജയമുണ്ട്, ദൈവജനത്തിനൊരു ജയമുണ്ട്. ജയം തരുന്നവർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്.
The Apostle Paul says that the damage caused will also be threatening our lives, and that is what the Bible that's what the Spirit of the Lord is saying, that the church will conquer that. 5 വാക്യം ഒന്ന് വായിച്ചേ. 5 അവസാനത്തെ പദം ഒന്ന് വായിച്ചേ. പുരുഷന്മാരെ ഈ യാത്രയിൽ ആ. ചരക്കിനും കപ്പലിനും മാത്രമല്ല ആ. നമ്മുടെ പ്രാണങ്ങൾക്കും നമ്മുടെ പ്രാണങ്ങൾക്ക് പോലും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്ന് അവരെ പ്രബോധിപ്പിച്ചു. പൗലോസ് ആത്മാവിൽ കാണുക, ഇത് ചെറിയ വിഷയമല്ലെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. ഒരു ചെറിയ കാറ്റടിച്ച് തീരുമെന്ന ബെല്ലര് ചിന്തിച്ചത്. പക്ഷെ പൗലോസ് പറയുക, ആത്മാവിൽ ഒരു കാര്യം കാണുകയാണ്, ഇത് പ്രാണന് നേരെ അടിച്ചുവിടുന്ന വിഷയമാണ്. ഇത് പിശാച് പ്രോഗ്രാം ചെയ്തതാണ്. ഇത് അവൻ ഓർക്കസ്ട്രേറ്റ് ചെയ്തതാണ്. ഇന്ന് രാത്രി സഭയൊന്നിച്ച് ആത്മാവിൽ ഇതിനെ ജയിക്കുന്ന രാത്രിയായി യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. Paul is saying that this is an unnatural thing that has been programmed by the devil to threaten our lives. നമുക്ക് പറ്റുന്നത് പിശാച് നമ്മളെ വഞ്ചിക്കുന്ന ഒരു വിഷയം പറയാം. I will tell you something that the devil uses to deceive us. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നാച്ചുറൽ ആണ് ചിന്തിക്കുന്നത്. We think that this thing is a natural thing. ഹല്ലേലൂയ. പക്ഷേ ഇത് നാച്ചുറൽ അല്ല. But this is not a natural thing. ഇന്ന് രാത്രി നീ ഇതിനെ ജയിച്ചോണം. You must conquer over that. ഇന്ന് രാത്രി ആരും എന്റെ മുന്നിൽ ഉറങ്ങരുത്. ഇന്ന് രാത്രി നിന്റെ ജയത്തിന്റെ രാത്രിയായി ഇത് രാത്രി മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ 13 വാക്യം വായിച്ചേ. 13 വാക്യം വായിച്ചാൽ 13 വാക്യം. തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി. തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി. അപ്പൊ നോക്കിയേ, അല്പശാന്തതയുണ്ടായി. ഇപ്പൊ ഒരു തെക്കൻ കാറ്റ് അടിച്ചു തുടങ്ങി. കപ്പൽ നീങ്ങും, കപ്പൽ മുൻപോട്ട് പോകും, താല്പര്യം സാധിച്ചു എന്ന് തോന്നി. They're now seeing a little bit of hope as they find that the ship is moving forward because the south wind blew softly. ചില സമയത്ത് നമ്മളും ഇങ്ങനെയാണ്. Many times we are also like that. ഭയങ്കര കാറ്റടിച്ചു, a mighty storm will അതൊന്ന് ഒതുങ്ങി, and then the ship will be calm. ഹല്ലേലൂയ. സൗത്ത് വിൻഡ് ബ്ലൂ ചെയ്ത് തുടങ്ങി, മുൻപോട്ട് പോകും എന്നൊരു പ്രതീക്ഷ വന്നു. പ്രാർത്ഥനയൊക്കെ കുറച്ചു. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ നാച്ചുറൽ ഹല്ലേലൂയ കോൾഡ് മോഡിലായി. പക്ഷെ അടുത്ത പദം ശ്രദ്ധിച്ചേ. 14 വാക്യം വായിച്ചേ. 14 വാക്യം. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു. ഇത് ഇത്രയും വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? Have you understood anything so far? ഇത് നാച്ചുറൽ ആയിട്ട് തോന്നുന്നുണ്ടോ? Do you see that? Do you think this is a natural thing? Do you think this is natural? ഇത് വെറുതെ സ്വാഭാവികമായി അടിച്ചൊരു കാറ്റായിട്ട് Is തോന്നുന്നുണ്ടോ? this just a coincidental wind? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അഭിഷേകമുള്ള ഒരു ആത്മമനുഷ്യൻ ഒറ്റ വ്യക്തിയ കപ്പലിനകത്തുള്ളത് പൗലോസ്. There is only one man of God that is saved, and he believes in God. He's an anointed man. His name is Paul on that ship. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞ കാര്യമുണ്ട്, കടലിലെ ആപത്ത്. He says in the midst of that storm. ഒത്തിരി പ്രതിസന്ധികളെ കണ്ട് മനുഷ്യൻ പറയുകയാണ്, ഈ കടലിന്റെ അകത്തും ഇത് വേട്ടയാടുകയാണ്. He says even in the midst of that storm we are seeing this. നോക്കിയ നീണ്ട ദിവസങ്ങളിലെ അല്ലെങ്കിൽ മാസങ്ങളിലെ യാത്ര. ഇവിടുന്ന് വില്യങ്കേരിയൊക്കെ നമ്മുടെ നാട്ടിലോട്ട് യാത്ര ചെയ്തത് സ്തോത്രം മാസങ്ങളെടുത്തു. People like William Carey, for him to journey to India, it took him months. ഈ യാത്രകളിൽ അവരുടെ റിസോഴ്സസ്, പ്രത്യേകിച്ച് ആഹാരം മറ്റും ഒക്കെ, it's an important thing. Over this journey there things, resources like food is a very important thing. ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുകൊണ്ട് പിറ്റേന്നാൾ അവർ ചരക്ക് പുറത്തു കളഞ്ഞു. അടുത്ത വാക്യം. 3-ാം നാൾ അവർ സ്വന്തം കൈയാൽ കപ്പൽ കോപ്പും കടലിലിട്ട് കളഞ്ഞു. നോക്കിയേ, 1 ഹല്ലേലൂയ 12 വാക്യത്തിന്റെ അവസാനം വായിച്ചെന്തുവാണ്? ചരക്കെല്ലാം അവർ കടലിട്ട് കളഞ്ഞു. 2 കപ്പലിന്റെ എക്വിപ്മെന്റ്സ് പോലും കടലിട്ട് കളഞ്ഞു. The Bible says they threw their personal belongings and the equipment of the own ship off of the ship. 3 അടുത്ത വാക്യം. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചതും കൊണ്ട് ഇരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും മറ്റുപോയി. രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ സൂര്യനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ, in the morning when we wake up, if we cannot see the sun, എന്തൊരു പാനിക്കിംഗ് അവസ്ഥയായിരിക്കും. what kind of panic will be എന്തൊരു ആശങ്കയായിരിക്കും. അപ്പം നോക്കിയേ, കടലിലാണ്, കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. പൗലോസ് പറയാ, വളരെ നാളുകളായി സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാൽ
ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശ നഷ്ടമായി. They are at sea and this wind is continuing to blow, and Paul says for many days neither the sun or the stars appeared, and they lost hope that they would be saved. രാത്രി ഞാൻ പദം ഒന്നുകൂടെ പറയുകയാണ്, God is about to turn around some situations. ദൈവം ചില സാഹചര്യം, ദൈവം ചില വിഷയങ്ങൾക്കകത്ത് ഇടപെടുമെന്ന്. ഹല്ലേലൂയ. ദൈവം ചില വിഷയങ്ങൾക്കകത്ത് നിന്നെ കൊണ്ട് ഫിക്സ് ചെയ്യാനൊക്കാത്തത്, ഹല്ലേലൂയ, പ്രതീക്ഷ കൈവിടപ്പെട്ടു പോയ വിഷയങ്ങൾ, ഹല്ലേലൂയ, അക്കരെ ചെന്ന് കയറാൻ കഴിയത്തില്ലെന്ന് നീ പോലും ചിന്തിച്ചു പോയ സാഹചര്യങ്ങൾ, നിന്നെ കൊണ്ട് ഒക്കത്തില്ല നീ പറഞ്ഞ വിഷയങ്ങൾ, ഹല്ലേലൂയ, കർത്താവേ ഇനി മുന്നോട്ട് പോകാൻ എനിക്ക് ഒറ്റയ്ക്ക് തുഴയാൻ വയ്യ എന്ന് പറഞ്ഞ വിഷയങ്ങൾ ഇന്ന് രാത്രി ദൈവം പറയുകയാണ്. ഇന്ന് രാത്രി God is about to turn around some situations for your favor. Amen. Hallelujah. രാമൻ പറഞ്ഞ ഇന്ന് രാത്രി, ഹല്ലേലൂയ, എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട് ആശ നഷ്ടമായി പോയത് ഇന്ന് രാത്രി ചില വിഷയങ്ങൾ ദൈവം തൊടാൻ പോകുകയാണ്. God is about to touch some situations in your life where you might have lost hope. യെരമ്യാ പ്രവചനം 29:11 വാക്യം വായിച്ചേ. യെരമ്യാവ് 29:11 വാക്യം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ എല്ലാവരും വചനം വായിച്ചേ. ഈ വചനമൊക്കെ നമുക്ക് കാണാതെ അറിഞ്ഞിരിക്കേണ്ട വാക്യമാ. ഒന്ന് വായിച്ചേ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം, For I know the thoughts that I think toward you. ഇന്നവെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല. ഉറക്കെ പറ, തിന്മയ്ക്കല്ല. രാത്രി ഉറക്കെ പറ, തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങൾ എന്ന യഹോവയുടെ അരുളപ്പാട്. ഒന്നുകൂടെ അവസാനത്തെ പദം വായിച്ചേ. അവ തിന്മയ്ക്കല്ല, അവ തിന്മയ്ക്കല്ല. തിന്മയ്ക്ക് വേണ്ടി ഓർക്കസ്ട്രേറ്റ് ചെയ്തതാണ്. പക്ഷെ ദൈവം പറയുകയാണ്, അത് തിന്മയ്ക്കല്ല, ഞാൻ നന്മയാക്കി മാറ്റാൻ പോകുകയാണ്. In the mighty name of Jesus. The Lord is telling you that the things in your life that the devil orchestrated for it to be evil, that God is giving you peace in that situation. ദൈവജനം പറഞ്ഞ നമ്മുടെ വിലാപത്തെ അവൻ എന്താക്കി മാറ്റും? വ്യർത്ഥമാക്കി മാറ്റും. The Bible says he would turn our mourning into dawn. ഹല്ലേലൂയ. രട്ടൊക്കെ അഴിച്ചു മാറ്റി സന്തോഷിപ്പിക്കുമെന്നറിയാമോ? ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത ഇതാണ്. ഹല്ലേലൂയ. അവൻ വിലാപത്തെ അവൻ വ്യർത്ഥമാക്കി മാറ്റും. പറഞ്ഞേ, ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. അവൻ രട്ടിനെ അവൻ അഴിച്ചു കളഞ്ഞ് നിന്നെ സന്തോഷമുടിപ്പിക്കും. ആനന്ദത്തിന്റെ തൈലം അവൻ നിന്റെ മേൽ പകരുന്ന ദൈവമാണ്. The Bible says that God would turn your mourning into dancing, and in those situations where you are going through evil, he's giving you an expected end. നമ്മൾ സന്തോഷിക്കാൻ പിശാച് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. The devil never desires for you to be happy. നമ്മുടെ മുഖം വാടി The devil prefers if your face is always upset. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചിലരുടെ മുഖം വാടിയിരിക്കുന്നത്? Have you ever seen some people's faces that are always depressed? ചിലരുടെ മുഖം വാടിയിരിക്കുന്നത്. Some people's faces are always down. അവരാരെ സന്തോഷിപ്പിക്കാന്ന് അറിയാവോ? You know who they're making happy? രാമേ പറഞ്ഞേ. ആമേൻ. ഇന്ന് രാത്രി നിന്റെ മേൽ ആനന്ദത്തിന്റെ തൈലം ദൈവം പകരട്ടെ. ഇന്ന് രാത്രി ഹല്ലേലൂയ. രട്ടുകളെ അവൻ അടിച്ചു മാറ്റട്ടെ. ഇന്ന് രാത്രി ആരാധനയ്ക്കകത്ത് ദൈവം എന്തോ ഇന്ന് രാത്രി ചെയ്യുകയാണ്. In the name of Jesus. നിനക്ക് ഇന്ന് രാത്രി പദം ഞാൻ ആവർത്തിച്ച് പറയുകയാ. Whatever the enemy has orchestrated against your destiny be broken down and destroyed in the mighty name of Jesus. Hallelujah. 27-ാം അധ്യായത്തിലേക്ക് മടങ്ങി വന്നേ. Let's come back to chapter 27. 22-ാം വാക്യം മുതൽ വായിച്ചാൽ. From verse 22. 22-ാം വാക്യം മുതൽ. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. പൗലോസ് പറഞ്ഞ പദമാണ് എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. I exhort you to be of good cheer. എനിക്ക് ഭയങ്കര അത്ഭുതമായ വാക്യം വായിച്ചപ്പോൾ വളരെ നാളുകളായി സൂര്യനെയും ചന്ദ്രനെയും കണ്ടിട്ട്. For many days they had neither seen the sun or the stars. കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്. They had much money with them. നല്ല ജോലിയുണ്ട്. They had a good job. നല്ല കുടുംബമുണ്ട്. They had a good family. താമസിക്കാൻ വീടുണ്ട്. They had a good house to stay in. നമ്മുടെ മുഖം വാടിയിരിക്കുക. But our face is still down. പക്ഷേ ഇത്രയും വിഷയത്തിനകത്ത് പൗലോസ് പറയുകയാണ് 22 എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. But these people that had gone through this extreme storm is still saying to be of good cheer. കപ്പലിനല്ലാതെ നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. There shall be no loss of any man's life among you but of the ship. കപ്പലിനല്ലാതെ Except from the ship. Except from the ship. നിങ്ങളുടെ ആരുടെ പ്രാണന് ഹാനി വരാതെ No man's life will be harmed.
ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മേൽ അടിച്ചൊരു മുദ്രയുണ്ട്, പരിശുദ്ധാത്മാവിന്റെ മുദ്രയാണ്. അവര് ഹാനി വരാൻ, നിനക്കൊരു ദോഷം വരാൻ, നിനക്കൊരു കേട് വരാൻ ദൈവം സമ്മതിക്കുകയില്ല. ഇന്ന് രാത്രി ആത്മാവിൽ ബലത്തോടെ എഴുന്നേൽക്ക്. നിനക്കൊരു ദോഷം വരാൻ ദൈവം സമ്മതിക്കുകയില്ല. Because we have been sealed with the mark of Christ, there will be no harm to your life. God will never allow for any evil to touch you. രാത്രി ദൂത് മനസ്സിലാകുന്നുണ്ടോ? Do you understand this word? ഇത്രയും വിഷയങ്ങൾ പിശാച് സെറ്റ് ചെയ്തിട്ടും Amid all of this that the devil had set toward the lives of these പൗലോസ് people, വളരെ കൂളായിട്ട് പറയും, ഒരു കേടും വരത്തില്ല. Paul is so saying so calmly that you will never be harmed. നമ്മുടെ മനോഭാവം ഇങ്ങനെ ആയിരിക്കണം. Our mindset should also be this. ഇന്ന് രാത്രി ചില വിഷയങ്ങൾ നീ ആത്മാവിൽ എഴുന്നേൽക്കുമ്പോൾ നിന്റെ സാഹചര്യം ടേൺ അറൗണ്ട് ചെയ്യാൻ തുടങ്ങും. When you rise in the spirit, your situations will start to change. ഓക്കേ, ഇവിടെ പൗലോസ് എന്ന ഒറ്റ വ്യക്തി എഴുന്നേറ്റ് നിൽക്കുന്നില്ലെങ്കിൽ ഐ ഡോണ്ട് ബിലീവ് ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. പൗലോസ് അവന്റെ സ്റ്റാൻഡിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. പൗലോസ് ഒരു ഫലം വിളിച്ചു പറയുകയാണ്, അവൻ കപ്പലിനല്ലാതെ അവൻ നിങ്ങളിൽ ആർക്കും ഒരു ഹാനി വരികയില്ല. ഇന്ന് രാത്രി ആരോടോ ദൈവത്തിന്റെ ആമേൻ ഇടപെടീരാണ്. നിനക്കൊരു കേട് വരാതെ വണ്ണം അവൻ നിന്നെ സൂക്ഷിക്കുമെന്ന്. If it was not for Paul that stood up and said that there will be no loss to any man's life, there would be no hope. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന്. ആമേൻ, ഹല്ലേലൂയ. അന്ന് രാത്രി ഉറക്കെ കയ്യിൽ കരമുയർത്തി അവർ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ കണ്ടിട്ട് കുറെ നാളായി ആഹാരമില്ല. ഹല്ലേലൂയ. നീണ്ട ദിവസങ്ങളായി. ഹല്ലേലൂയ. അവൻ പ്രതീക്ഷയെല്ലാം പോയ സാഹചര്യം. പക്ഷെ പൗലോസ് പറയുകയാണ്, ഈ സാഹചര്യത്തിന്റെ അകത്ത് ഞാൻ സേവിക്കുന്ന അവൻ ദൈവത്തിന്റെ ദൂതൻ എന്റെ അരികിൽ ഇറങ്ങി നിന്നെന്ന്. These people hadn't seen the sun or the stars for many days. They had been starved of food. Yet Paul is still saying that the God who I serve sent me his angel. ആമേൻ. ഇന്ന് രാത്രി പറഞ്ഞ ദൂത് മനസ്സിലായോ? ആമേൻ. സൂര്യനെ കണ്ടിട്ട് ദിവസങ്ങളായി. ആമേൻ. പ്രതീക്ഷയ്ക്ക് വകയില്ല. ആമേൻ. പ്രാണന് കേട് വരുമെന്ന് എല്ലാവരും പറയുകയാണ്. നീ അക്കരെ ചെല്ലത്തില്ലെന്നുള്ള ശബ്ദമാ കാതിൽ കേൾക്കുന്നത്. പക്ഷെ പൗലോസ് പറയുകയാ, ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ ദൂതൻ എന്റെ അരികിൽ ഇറങ്ങി. The people with you might have said you would never reach the other shore, but രാത്രി ദൈവസഭയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി നീ ഇവിടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങുന്ന രാത്രിയായി മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. As you're worshiping tonight, may the angel of the Lord descend for you. ഇന്ന് രാത്രി ദൂതൻ ഇടപെടുക ചില വിഷയങ്ങൾക്ക്. May the angel of the Lord intervene in some of your situations. ആമേൻ. ദൂതൻ ഇന്ന് രാത്രി ഇറങ്ങി ചിലരെ ടേൺ അറൗണ്ട് ചെയ്യുകയാണ്. The angels of the Lord is about to turn around some situations in your life. ആമേൻ. അടിച്ചുവിട്ട കാറ്റുകളെ തിരിക്കുകയെന്ന് He is രാത്രി. changing the winds that were sent to destroy you. നിനക്കെതിരെ പ്രോഗ്രാം ചെയ്തു വെച്ച സംവിധാനങ്ങളെ ദൈവം ഇന്ന് രാത്രി തകർക്കുകയെന്ന് രാത്രി. Every program against your life is being destroyed. In the name of Jesus. Amen. Hallelujah. നിനക്കെതിരെ നീ ചലിക്കാൻ കഴിയാത്ത വിധത്തിൽ, to a point where it can no longer speak against you. നിനക്കെതിരെ നീ ചലിക്കാൻ കഴിയാത്ത വിധത്തിൽ To a point- പൈശാചിക ലോകം ഭയപ്പെടുമാറ് ദൈവത്തിന്റെ ഇടപെടലുക നടക്കുന്നു. God will intervene to an extent where the demonic realm can no longer speak against your life. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ Amen. കരങ്ങളെ തട്ടി ഇന്ന് രാത്രി അന്യഭാഷ പറഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ. പിശാച് ദൈവജനത്തിനെതിരെ ആമേ പ്രോഗ്രാം ചെയ്തത്, ഓർക്കസ്ട്രേറ്റ് ചെയ്തത്, ആമേ let that be destroyed and defeated by the power of the Holy Spirit. May everything that the devil set to destroy your life be destroyed. ഇന്ന് രാത്രി നിന്റെ ജയത്തിന്റെ രാത്രിയാണ്. Tonight is a night of your നിന്റെ victory, വിടുതലിന്റെ രാത്രിയാണ്. a night of your deliverance, നിന്റെ നിയോഗത്തിന്റെ a രാത്രിയാണ്. night of your നിന്റെ വാക്കത്ത നിവൃത്തിയുടെ a രാത്രിയാണ്. night of the fulfillment of your നിനക്ക് promises. ഹാനി വരികയില്ല. There will be no harm against നിനക്ക് your life. ദോഷം You വരികയില്ല. will never be harmed. നിനക്ക് കേട് വരികയില്ല. You will never be harmed. പൗലോസേ, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. Paul, you must stand before Caesar. വാക്ക് പറഞ്ഞ ദൈവം മാറുകയല്ല കേട്ടോ. The God who said it, who spoke to you, will never change. വാക്ക് പറഞ്ഞ ദൈവം മാറത്തില്ല. God will never change on his word. പൗലോസ് പറയുകയാ, പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. But the angel is telling him, fear not, Paul, for you must stand before Caesar. പൗലോസേ, ഭയപ്പെടും, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകും. Paul, fear not, for you must stand before Caesar. Turn to your neighbor, tell them, fear not. കാര്യം ഇന്ന് രാത്രി ദൈവം ഏറ്റെടുക്കുകയാണ്.
ഹല്ലേലൂയ. ഈ ഭാമ കൈസറുടെ മുൻപിൽ For you must നിൽക്കേണ്ടതാകുന്നു. stand before Caesar. അവൻ ഈ ദൂത് പണ്ട് പറഞ്ഞ ദൂതാണ്. This is a promise from long ago. ദൈവം ഒരു പദം പറഞ്ഞാൽ, If God has said anything about your life, ദൈവ സഭയോടൊരു വാക്കത്തം പറഞ്ഞാൽ, if God has promised anything about ദൈവം church, ഒരിക്കലും മാറുകയില്ല. God will never change. ഹല്ലേലൂയ. ദൈവം ഒരിക്കലും നിന്നോട് ദൂത് പറഞ്ഞാൽ If God- ദൈവം ഒരിക്കലും മാറുകയില്ല. വിശ്വസിക്കാൻ കരുത്തുള്ള ദൈവത്തിന് നന്ദി If God പറഞ്ഞു. has said any promise regarding your life, He will never change on that. എന്നോട് പറഞ്ഞ ദൂതൊക്കെ ഇന്ന് രാത്രി ആത്മാവിൽ കണ്ടോണ്ട് വേണം ദൈവത്തിന് You നന്ദി must see പറയാൻ. that in your spirit as you are ഇന്ന് sat രാത്രി നീ here. അടുത്ത സ്റ്റെപ്പ് ആത്മാവിൽ വെക്കുന്നത് നിന്റെ വാക്കത്തത്തിന്റെ അകത്ത് കയറി നിന്ന വിശ്വാസത നന്ദി പറ. കാറ്റൊരു വഴി കടിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ആത്മാവിൽ, ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറ. യേശുവിന്റെ അധികാരമുള്ള You നാമത്തിൽ. must see that in the spirit as the next step that you are about to take, you are stepping into your promises. അടുത്ത ആ വാക്യം വായിച്ചേ. പൗലോസേ, ഭയപ്പെടരുത്. ആ. നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. ആ. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നിന്നോട് കൂടെ യാത്ര ചെയ്തവരെ എല്ലാം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. God has given thee all them that have sailed with you. ആമേൻ. ആമേൻ പറഞ്ഞേ. Amen. നിന്റെ കൂടെ യാത്ര എല്ലാവരും നിന്റെ കയ്യിൽ തന്നിരിക്കുകയാണ്. God has given you everyone that has sailed with you. ഇതിനകത്തൊരു കൊയ്ത്തുകളുണ്ട്. There's a reaping in this. കാറ്റടിച്ചെന്നുള്ള സത്യമാണ്. It's true that this wind did blow, ഇതിനകത്ത് പുറത്തു വരുന്ന ഒരു കൊയ്ത്തും കൊണ്ടാണ്. but when you come out, you are coming out with a profit. മിസ്രൈമിനെ അടിമനുഖത്തിന്റെ അകത്ത് നിന്ന് ദൈവം തന്നെ ജനത്തെ പുറത്തു കൊണ്ടുവരുമ്പോൾ വെറും കൈയോടെ അല്ല പുറത്തു കൊണ്ടുവന്നത്. വചനം പറഞ്ഞെങ്ങനെയാണ്? പൊന്നിനോടും വെള്ളിയോടും കൂടെ എന്താ ദൈവം തന്നെ ജനത്തെ പുറപ്പെടുവിച്ചെന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കാൻ കഴിയുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞ്, പൊന്നിനോടും വെള്ളിയോടും കൂടെ ദൈവം തന്നെ ജനത്തെ പുറപ്പെടുവിച്ചെന്ന് പൗലോസേ നീ പുറത്തു വരുന്നത് അവൻ നീ ഒറ്റയ്ക്കല്ല, ഈ ജനത്തെ കൂടെ ഞാൻ നിന്റെ കരത്തിൽ ഏൽപ്പിക്കുകയാണ്. The Bible says, as God brought the children of Israel out of the bondage of Egypt, He brought them out with gold and with silver. അടുത്ത പദം 25-ാം വാക്യം. Next verse 25. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പി. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നാം മുമ്പേ വായിച്ച കുറിവാക്യം മറക്കല്ലേ. ആശയെല്ലാം നശിച്ചു പോയി. There is no more hope. ഹല്ലേലൂയ. ഇനി എനിക്ക് പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞെടുത്തൊരു ദൂതൻ ഇറങ്ങിയതാണ്. പൗലോസ് പറയുക, അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടെ ഇരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. Even while that hope was gone, Paul is saying, be of good cheer, it shall be even as it was told unto me. നോക്കിയ റോമിലെ മിനിസ്ട്രി ശ്രദ്ധിച്ചോണേ. Notice his ministry in Rome. കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. ആ. തന്റെ അടുക്കൽ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ട് ആ. പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും ആ. കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. നോക്കിയേ റോമിലെ ശുശ്രൂഷ കണ്ടോ. Notice his ministry in Rome. അപ്പോസ്തലരുടെ അവസാനിക്കുന്ന ഇവിടെ. This is where the Acts of Apostle ends. Hopeless condition, From a hopeless condition. hopeless situation. Yes. ഇതെങ്ങനെ വന്നറിയാമോ? Do you know how this came? പൈശാചിക ലോകം ഓർക്കസ്ട്രേറ്റ് ചെയ്തതാണ്. The demonic realm had orchestrated this. മറക്കല്ലേ പൗലോസ് അതിന് മധ്യേ അപ്പമെടുത്ത് വാഴ്ത്തി. Don't forget, they partook of the body of Christ. They blessed it and broke it and നമ്മുടെ ate. ഏത് സിറ്റുവേഷന്റെ അകത്തും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീ കാൽവരി ക്രൂശിനെ ഓർത്ത് I always say this, when you get up in the morning, no matter what your situation, get up and remember the body of Christ. കഴിയത്തില്ല. No power can defeat you. നിനക്ക് കേടുവരുത്താൻ ഉലകത്തിൽ ഒരു ശക്തിക്കും There is no കഴിയത്തില്ല. power that has a capacity to harm you. നിന്റെ ഏത് സാഹചര്യത്തെയും അവൻ ടേൺ അറൗണ്ട് ചെയ്യും. God will change around any situation in your In life. the mighty name of Jesus. Amen. Hallelujah. Glory be to God. ദൈവജനത്തിനകത്ത് ഒത്തിരി ഉദാഹരണം There are പറയാനുണ്ട്. many examples in the word of God regarding this. യോബിന്റെ ചരിത്രം പറയാം. I'll talk about the history of Job. എല്ലാം നഷ്ടമായി. He lost everything. ശരീരം സ്വന്തമായി ഹല്ലേലൂയ ഓട്ടിന്റെ കഷ്ണം കൊണ്ട് ചൊറിഞ്ഞ താമൻ വല്ലാത്ത തകർന്നയാണ്. Hopeless condition. His flesh was infected with a disease and it was a hopeless situation. ആരുമില്ല. He had nobody. ഭാര്യ പറയുന്നൊരു തന്റെ സ്വന്തം ഭാര്യ പറഞ്ഞൊരു പദം നമുക്കറിയാം. We even know what his own wife said to him. എന്തിനാണെന്ന്. Why is this? വിട്ടുകളഞ്ഞേക്കാൻ Why വയ്യ. don't you just leave everything? Hopeless condition. It's a hopeless condition. See, നോക്കിയേ സ്വന്തം ഭാര്യ പോലും പറയുമ്പോൾ it's a hopeless condition. When your own wife says it is a hopeless പ്രതീക്ഷയ്ക്ക് situation, വകവിനില്ല. there is no place for hope. 42 യോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിലേക്ക് വാക്യം ചുരുക്കുക. 42-ാം അധ്യായത്തിലേക്ക് വന്നേ. Job chapter 42 verse 10. അത് തന്നെ. യഹോവ ഇയ്യോബിന്റെ മുഖത്തെ ആദരിച്ചു. 10-ാം വാക്യം. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ
യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദം എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ. The Lord turned the captivity of Job. And Lord turned around the captivity of Job. Amen. Hallelujah. ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ടോ? The Lord turned എന്ന terrible pathetic situation ആണ് യോബിന്റേത്. Hallelujah. അതുപോലെ ആരുടെ ചരിത്ര വേദപുസ്തകത്തിലില്ല. അവൻ hopeless condition. പക്ഷേ ദൈവവചനം പറയുകയാണ് the Lord turned around the situation of Job. Lord turned around the captivity of Job. In the name of the Lord Jesus. Hallelujah. ഇന്ന് രാത്രി ദൈവം അത് ചെയ്യുക. God is doing that tonight. ഈ ബെത്സൈദ കുളക്കരെ കിടക്കുന്ന ഒരു മനുഷ്യനുണ്ട്. There was a man laid by the pool of Bethsaida. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം. In John chapter 5. ഹല്ലേലൂയ. എല്ലാ 4 സുവിശേഷത്തിനകത്ത് ഉള്ളത്. It's mentioned in all 4 gospels. Hopeless condition. It's a hopeless condition. ആമേൻ. യേശു ഒരു ദിവസം ഹല്ലേലൂയ ദൂതൻ ഹല്ലേലൂയ ഇറങ്ങി കുളം കലക്കുമ്പോൾ ആദ്യം ചാടുന്നവന് സൗഖ്യം കിട്ടും. As the angel comes to stir the water in that, there's a healing that happens every time. ഇവന്റെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു. But this man had lost all hope. ഹല്ലേലൂയ. ദൂതൻ കുളം കലക്കുമ്പോൾ ആ മറ്റാരെങ്കിലും മിടുക്കന്മാർ ചാടി രക്ഷപ്പെടും. അവൻ വർഷങ്ങളായി കുളത്തിന്റെ കരെ അവൻ വിടുതൽ കാത്തുകിടക്കുകയാണ്. വർഷങ്ങൾ പഴകിയതുകൊണ്ട് ഇവന്റെ പ്രതീക്ഷ അസ്തമിച്ചു. For many years he's laid by the side of that pool expecting his healing, but as the angel comes to stir that water, somebody will go before him and receive their healing. ഇവനോട് ചോദിച്ചാൽ ഇവനൊരു സാക്ഷ്യം പറയും. If you ask him, this is his testimony. നിങ്ങൾ ബെത്സൈദ കുളക്കരെ കിടക്കുന്നവനോട് സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ അവനൊരു സാക്ഷ്യം പറയും. ഇനി ഇവിടുന്ന് പോകുന്ന ഞാൻ പെട്ടിക്കകത്തെ പോത്തുള്ളൂ എന്ന് പറയും. His testimony is that after I go from here, I'm just going straight to പ്രതീക്ഷ അസ്തമിച്ചു. He lost all hope. പക്ഷെ അവിടെ വായിക്കുന്ന ഒരു ചരിത്രം അവിടെ ഹല്ലേലൂയ ടേൺ അറൗണ്ട് ചെയ്യുക. യേശു ഒരിക്കൽ ബെത്സൈദ കുളക്കരയ്ക്കകത്ത് എൻ്റർ ചെയ്യുക. Jesus is now entering into that place. കർത്താവ് എൻ്റർ ചെയ്യുകയാണ്. പ്രതീക്ഷ തകർന്നു കിടക്കുന്ന ഒരുത്തന്റെ സാഹചര്യത്തിന്റെ അകത്തോട്ട് യേശു കയറി ചെല്ലുകയാണ്. Even amid that situation where they had lost all hope, Jesus is now ദൈവം ആരോട് ഇടപെടുകയാണ്. ഇന്ന് രാത്രി ആരുടെയോ സാഹചര്യം ദൈവം ഇന്ന് രാത്രി തിരിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. God is speaking to someone tonight that someone's നിന്റെ പ്രതീക്ഷ കൈവിട്ടു പോയ you വിഷയമാണ്. may have lost hope. ദൈവം ഇന്ന് രാത്രി തിരിക്കുകയാണ്. God is changing that situation around. ദൈവം ചില വിഷയങ്ങൾക്ക് കയറുകയെന്ന് God രാത്രി. is entering into those locations. യേശു കയറുകയുടെ സിറ്റുവേഷന്റെ അകത്ത്. കർത്താവിന് പ്രത്യേകതയുണ്ട്. നിന്റെ വിഷയം നോക്കി കൈകൊട്ടി നിൽക്കുകയില്ല, കൈകൊട്ടി ചിരിക്കാൻ യേശു നിൽക്കുകയില്ല. നിന്റെ വിഷയത്തിന്റെ അകത്ത് അവൻ ഇറങ്ങി നിൽക്കും. Jesus would never look at your situation, mock you. He will enter in. നിന്റെ വിഷയത്തിന്റെ അകത്ത് ഇറങ്ങി നിൽക്കും. He will enter into that situation. ആരും നിന്നെ സഹായിക്കാൻ There may be nobody to help you. പക്ഷെ നിന്നെ സഹായിക്കാൻ അവന് നിന്റെ കൂടെ നിൽക്കും. There may be nobody to help you, but to help you, he will stand with you നിന്റെ കൂടെ നിൽക്കുമെന്നവന്. He will stand with you there. Oh hallelujah. ആരുടെയോ ഹോപ്പ്ലെസ് കണ്ടീഷൻ ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ ടേൺ അറൗണ്ട് ചെയ്യട്ടെ. In the mighty name of Jesus. Amen. Hallelujah. നോക്കിക്കേ, യേശു കയറി ചെല്ലുക. Jesus is entering that place. യേശു ഒരു കാര്യമുണ്ട്. നിനക്ക് സൗഖ്യമാവാൻ മനസ്സുണ്ടോ? He says, do you want to be healed? അവൻ പറയുന്നൊരു ഭാഗം മോനെ വാക്യം നിട്ടേ. രോഗി അവനോട്, യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. നോക്കിക്കേ, അവൻ പറഞ്ഞ പദമുണ്ട്, എന്നെ സഹായിക്കാൻ. He says, there is nobody to help me. ആരെങ്കിലും ഒന്ന് എന്നെ എടുത്ത് എറിഞ്ഞാ മതി. It's fine even if someone just throws me in there. പക്ഷെ അങ്ങനെ ഇവിടെ അഷേഴ്സ് ആരും ഇല്ല. But there's nobody even to do that. വോളണ്ടിയേഴ്സ് ആരും ഇല്ല. There's no volunteers there. ഇവിടെ സെക്യൂരിറ്റി ഇല്ല. There's no security there. അതുകൊണ്ട് ഇവിടുന്ന് പെട്ടിക്കകത്ത് പോകുന്ന ഒരു പ്രതീക്ഷ എനിക്കുള്ളൂ. So his only hope is then to die. പക്ഷേ യേശു പറയാ നിന്റെ കിടക്കെടുക്ക. But Jesus is saying, rise up. Turning around the situation. He turns around that situation. നിന്റെ കിടക്കെടുത്ത് നടക്ക. Take your bed and walk. ഇവൻ എപ്പോഴെങ്കിലും പ്രതീക്ഷ കാണുമോ? Do you think he would have ever expected someone to ഇവൻ tell him? പ്രതീക്ഷിക്കാത്ത ഒരു വിടുതലല്ലേ It's a സംഭവിച്ചത്? deliverance that he never expected. പ്രതീക്ഷിക്കാത്ത വിടുതല. A deliverance he never expected. ഹല്ലേലൂയ. അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. He never expected it. യേശു കയറി ചെന്നത് ഇവന്റെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി കാര്യങ്ങളെ തിരിക്കാനാണ്. But Jesus entered there to
turn that situation beyond his expectations. കിടക്ക എഴുന്നേറ്റ് എടുത്ത് നടക്കാം. Take your bed and walk. കിടക്ക ഇട്ടേച്ച് പോകാനല്ല യേശു കിടക്കയും കൊണ്ട് He നടക്കുക. didn't say leave your bed and walk. He said take your bed എല്ലാരും and walk. കാണട്ടെ നീ കുറെ നാൾ കിടന്ന കിടക്കയാണെന്ന്. എല്ലാരും കാണട്ടെ നീ ഇതുകൊണ്ട് നടക്ക. അതാ നിന്റെ മിനിസ്ട്രി. Let everybody see that this is the bed that you were healed, that you were lying in for these many years. നാളെ That is your നിന്നെ ministry. കാണുന്നവർ പറയണം ഇവൻ കുറെ വർഷങ്ങളായി അവൻ കിടന്ന കിടക്കയാണ്. അവൻ പ്രതീക്ഷ അസ്തമിച്ചു പോയ കിടക്കയാണ്. അത് ചുമന്നുകൊണ്ട് ഇവൻ നടക്കുന്നതെന്ന് മറ്റുള്ളവർ പറയണം. As you are carrying this bed, may it be a testimony that this is the unexpected situation that he had. ദൈവം കാര്യങ്ങൾ തിരിക്കുകയെന്നില്ല. God is turning some things in your life. ഹല്ലേലൂയ. മോർദെഖായിയുടെ ചരിത്രം നമുക്കറിയാം. We know the history of Mordecai. അപ്പുറത്തൊരുവൻ ഹല്ലേലൂയ 50 മുഴമുള്ള കഴുകുമരം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇപ്പുറത്ത് നിസ്സഹായനായി അവൻ മോർദെഖായി നിൽക്കുകയാണ്. God is about to turn around that situation in the name of Jesus. Somebody had prepared a pole to kill Mordecai, Amen. but God is turning around that situation. അവൻ ദൈവമോ അന്വേഷിക്കുന്ന മോർദെഖായെ അവൻ ഹല്ലേലൂയ നിനക്കുള്ളതല്ലത്. Mordecai that seeks the face of the Lord, that നിന്റെ is not for തലയിൽ you. ഒരു മുടിക്ക് കേട് വരികയില്ല. Not even a hair on your head will be നിനക്ക് harmed. ദോഷം വരത്തില്ല. There will be no harm in your ആര് life. കഴുകുമരം ഉണ്ടാക്കിയാലും No matter who prepares that pole to kill you, നിനക്കെതിരെ കഴുകുമരം ഉണ്ടാക്കിയവൻ ശക്തനാണ്. even the person that prepared that pole is a mighty man, പക്ഷെ നിനക്കതിൽ തൂങ്ങേണ്ട വരികയില്ല. but it would never cause you harm. അവിടെ വായിക്കുന്ന വചനമുണ്ട് ഒറ്റ നിമിഷം കൊണ്ട് ദൈവം തിരിക്കുക. It says within one moment God changed around ഒറ്റ that situation. സെക്കൻഡ് ദൈവം തിരിക്കുകയാണ്. In 1 second he turned it around. തിരിയാൻ സാധ്യതയില്ല. There's no expectation for it to be തിരിയാൻ turned. ഒരു പ്രതീക്ഷയുമില്ല. There is no hope for that to be turned കാരണം അവന്റെ around. കയ്യിൽ അധികാരം അത്ര. Because the power is within the man who അവന്റെ prepared the pole. കയ്യിലുണ്ട് മുദ്രാമോതിരം. He is the one that has the seal. അവന്റെ കയ്യിൽ അധികാരമുണ്ട്. He is the one that has the പക്ഷേ authority. ഇതെല്ലാം അവന്റെ കയ്യിൽ ഉണ്ടെങ്കിലും ദൈവത്തെ സേവിക്കുന്നവന് വേണ്ടി ഒരു സെക്കൻഡ് കൊണ്ട് ദൈവം But തിരിച്ചു. although the person that prepared the pole has all of these things, there is a power that the person that serves God carries. രാജാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ആരവിടെ മോർദെഖായിക്ക് കഴുകുമരം ഉണ്ടാക്കിയവനെ അതിൽ തന്നെ അവനെ തൂക്കിയേക്കാം. The king said, whoever prepared this pole for Mordecai, may he himself be hung on this pole. കുറച്ചു കഴിഞ്ഞപ്പോൾ ജനം കണ്ടത് ഇങ്ങനെയാണ്, കഴുകുമരം ഉണ്ടാക്കിയവൻ അതിൽ തൂങ്ങിക്കിടക്കുന്നു. A while later, the people are seeing that the same person that prepared this pole is now hung on that pole. അവൻ മാത്രമല്ല അവൻ ഉള്ളവരെല്ലാം ഉണ്ടാവും. Not just him, but everything and everybody he had. Turning around. It's turning around. ദൈവം തിരിക്കുക. God is turning it around. കഴുകുമരം ഉണ്ടാക്കി ഹാമാൻ അതിൽ തൂങ്ങി. The Haman that prepared that pole is now being hung on that നിനക്ക് pole. കഴുകുമരം ആരുണ്ടാക്കിയാലും Whoever prepared that pole to hang you, നിനക്കത് കേറേണ്ട വരത്തില്ല. there will be no harm caused in നിന്റെ your life. തലയിൽ മുടി പോലും പോകുകയില്ല. Not even a single hair. ഓ will ഭയങ്കര fall. ദൈവശക്തി ഇന്ന് രാത്രി നേരത്ത് വ്യാപരിക്കുകയാണ്. In the name of Jesus. ആര് കഴുകുമരം ഉണ്ടാക്കിയാലും അത് നിന്നെ ബാധിക്കത്തില്ല. കഴുകുമരം ഉണ്ടാക്കിയവർ ആ കഴുകുമരത്തിൽ തൂങ്ങപ്പെടും. Whoever prepared that pole for you, it will never cause you harm. ഉടലമന ശൈലമന രഗദന ഗഡഗസിയാര. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. In the mighty name of Jesus. Amen. അപ്പോസ്തലരുടെ 12-ാം അധ്യായത്തിനകത്ത് ഒരു പദമുണ്ട്. In Acts chapter 12, there was something that said there. ഹേരോദാവ് കരം നീട്ടി. Herod stretched forth his hand. ആർക്കെതിരെയാണെന്നറിയാമോ? Do you know who? Against who? യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവന് നേരെ കൈ നീട്ടി. He stretched against someone that had been redeemed by the blood of Jesus. അപ്പം നുറുക്കി ഭക്ഷിക്കുന്നവന് നേരെ കൈ നീട്ടി. He stretched forth his hand against someone who partakes of the Lord's body. എന്നാ ഡേഞ്ചറസ് ഇടപാടാ നോക്കി. What dangerous dealing is that? അപ്പം നുറുക്കി ഭക്ഷിക്കുന്ന പത്രോസിന് നേരെ കൈ നീട്ടി. He stretched forth his hand against Peter who partakes of the Lord's body. ഒന്ന് മോനെ എന്നിട്ട് 12-ാം അധ്യായം അപ്പോസ്തലരുടെ 12-1. ആ കാലത്തെ ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈ നീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. മോനെ ഒന്നാം വാക്യം. And now about that time Herod the king stretched forth his hand to vex certain of the church. യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. He killed James with a sword. അത് പോരാന്ന് വന്നിട്ട് പത്രോസിനെയും പിടിച്ചു. ഇവൻ എന്തുവാ ചിന്തിച്ചത്? What did he expect? ഹേരോദാവ് എന്തു ചിന്തിച്ചാ പത്രോസിന് നേരെ കൈ നീട്ടിയത്? What was he thinking when he put his hand against Paul? യവനമേ ദൂത് കിടക്കുക. There was a promise still upon his life. യേശു പറഞ്ഞ പദമുണ്ട്, പത്രോസേ നീ
പാറയെ ഈ പാറമേ ഞാൻ എന്റെ സഭയെ പണിയുമെന്ന്. Jesus said to Peter, upon this rock I will build ഈ my church. വ്യവരദോഷി എന്തുദ്ദേശിച്ച കൈ നീട്ടിയത്? What is this man thinking when he stretched forth അപ്പം his hand നുറുക്കി against him? ഭക്ഷിക്കുന്നവനെ കൈ നീട്ടിയത് അവന്റെ അബദ്ധത്തിന് വേണ്ടിയല്ലേ? It is for his own mistake that he stretched forth his hand against someone who partakes of the Lord's body. അവൻ കൈ നീട്ടി. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ ദൈവം പറഞ്ഞ പദമുണ്ട്, അവൻ കൈ നീട്ടി, അതിന് മീതെ ദൈവത്തിന്റെ കരമിറങ്ങി വന്നു. നിന്റെ തലയിലെ മുടി പോലും പോകുകയില്ല. Not even a single hair on your നിന്റെ head will be പ്രാണന് lost. ഹാനി വരികയില്ല. There will be no harm to ഇത് your life. ഓർക്കസ്ട്രേറ്റ് ചെയ്ത് നിന്നെ ഇല്ലാതാക്കാനാണ്. This is orchestrated to kill you. ആമേൻ. ഹല്ലേലൂയ. ഒത്തിരി പേർ നോക്കി നിൽക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ ഡെഡ് ബോഡി പുറത്തു വരാൻ. പക്ഷേ നിനക്ക് കേട് വരികയില്ല. There are so many people are waiting for your dead body to In the come out, mighty name of Jesus. but it will come to nothing. ഹല്ലേലൂയ. ആമേൻ പറഞ്ഞേ. Amen. Hallelujah. Turn around. Turn around. ദൂതൻ ഇറങ്ങി. The angel of the Lord came. നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, കാരാഗ്രഹത്തിൽ നിന്ന പടയാളി പോലും പറഞ്ഞില്ല പത്രോസ് പുറത്തു. Even the security of that prison did not recognize that Paul had left. ഭയങ്കര എസ്കേപ്പ് ആയിരുന്നു. This was a mighty escape. അങ്ങനത്തെ എസ്കേപ്പ് വേറെ എങ്ങും കണ്ടിട്ടില്ല. There is no other escape we see anywhere else. ഹല്ലേലൂയ. ഭയങ്കര എസ്കേപ്പ്. This was a എന്നാ കാര്യം അറിയാമോ? why? The power of breaking the bread. Amen. അതുകൊണ്ട് യേശു പറഞ്ഞത് കൂടെ കൂടെ ഇത് ചെയ്തോണം. That's why Jesus said, continue to do ഇത് this നീ in remembrance of me. Do this in remembrance of me. ഇതിന്റെ ജീവനുള്ളതാ. There is life in this. നിനക്കെതിരെ അസൈൻമെന്റ് ഉണ്ട്, പക്ഷേ ഇതിന്റെ നിലനിൽപ്പിനുള്ളതാണ്. There are assignments against you, but this is for you to continue established. അതുകൊണ്ട് യേശു എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. That's why Jesus said, for those who partake of my body, they will live by me. നിനക്കെതിരെ കാറ്റുകൾ പ്രോഗ്രാം ചെയ്തു വെച്ചതാണ്. There may be winds programmed against your life. നിനക്കെതിരെ ഈർച്ചവാൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. There might be dark things programmed against your life, but it will not touch you. In the name of Jesus. Amen. ആമേനോട് വാക്യം, ദൂതൻ ഇറങ്ങി വാതിൽ തുറന്നു. The angel of the Lord came and opened that door. Turn around. Amen. Turn around. അതേ അധ്യായത്തിൽ ഭയങ്കര രസകരമായ ഒരു കാര്യമുണ്ട്. In that same chapter, we see something amazing. കൈ നീട്ടിയ ഹെരോദാവ് ക്രിമിക്കിരയായി. The same person that stretched forth his hand, Herod, was എല്ലാവരും nothing. പറഞ്ഞിട്ട് എല്ലാവരും ദൈവം എഴുന്നേറ്റ്. Can we all stand up in the presence of the Lord? Turn around. Turn around. ഇന്ന് രാത്രി ദൂത് മനസ്സിലായ അന്യഭാഷക ദൈവത്തോട് സംസാരിച്ചേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. Hallelujah. Every situations, every winch that enemy programmed against your life, he is turning around tonight for the glory of God in the mighty name of Jesus. And every plans of the enemy are defeated in the name of Jesus. ആരെല്ലാം നിന്റെ തകർച്ച കാണാൻ നോക്കിയിരുന്നാലും അവർ ലക്ഷിക്കപ്പെടത്തേ ഉള്ളൂ. അവൻ നിന്റെ തലയിൽ ഒരു മുടി പോലും പോകുകയില്ല. ഇന്ന് രാത്രി അതരങ്ങളെ തുറന്ന് അന്യഭാഷക ദൈവത്തോടും സംസാരിച്ച് ദൂത് മനസ്സിലായവർ, ഹല്ലേലൂയ, നിന്റെ വിലാപത്തെ അവൻ നൃത്തമാക്കും, നിന്റെ രക്തവൻ അഴിക്കുമെന്ന്. അവൻ ഇന്ന് രാത്രി നീ ഇവിടെ ആഘോഷിച്ചോണം, ഇവിടെ നീ ഇത് സെലിബ്രേറ്റ് ചെയ്തോണം. ഇന്ന് രാത്രി ഈ ദൂത് നീ ഇവിടെ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിക്കോണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിച്ചേ. എല്ലാവരും അതരങ്ങളെ തുറന്ന് പ്രാർത്ഥിച്ചാട്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിനക്കെതിരെ പ്രോഗ്രാം ചെയ്തു വെച്ചത്, അസൈൻ ചെയ്തു വെച്ചത് ഇന്ന് രാത്രി turning around in the name of Jesus. Hallelujah. By the power of the Holy Spirit. യേശുവിന്റെ അധികാരമുള്ള നാമം